നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും ഒടുവിലായി അല്പം ശുഭകരമായ വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മുതൽ ബംഗ്ലാദേശിൽ പുതിയ സർക്കാരാണ് ഉള്ളത്. അവിടുത്തെ ഹസീനയുടെ അവാമി ലീഗ് നേതാവ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുകയും പുതിയ ഒരു ഭരണകൂടം അധികാരത്തിലേറുകയും ചെയ്തിരുന്നു. നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് ആണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണാധികാരി, അല്ലെങ്കിൽ താൽക്കാലിക സർക്കാരിന്റെ അധിപൻ. വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പേരിട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി നടന്ന കലാപം, ആ കലാപത്തെ തുടർന്നാണ് ബംഗ്ലാദേശിൽ പുതിയ സംവിധാനം വന്നത്. പക്ഷെ ഈ സംവിധാനം വന്ന ഉടനെ ഹസീന രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നു. ബംഗ്ലാദേശിൽ വലിയ കൂട്ടക്കുരുതിയാണ് സമീപകാലത്തായിട്ട് നടന്നത്. ഹിന്ദുക്കൾക്ക് നേരെയും മറ്റു മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയും നിരന്തരമായ ആക്രമണങ്ങൾ നടന്നു. അവരുടെ ആരാധനാലയങ്ങൾ തകർത്തു, വിഗ്രഹങ്ങൾ തകർത്തു, അവരുടെ സ്ഥാപനങ്ങൾ തകർത്തു, സ്ത്രീകളെ മാനഭംഗം ചെയ്തു, നിരവധി പേരെ കൊല ചെയ്തു. അങ്ങനെ രക്തരൂക്ഷിതമായ ഒരു ഹിന്ദു വിരുദ്ധ കലാപം തന്നെയാണ് ബംഗ്ലാദേശിൽ ഏറ്റവും ഒടുവിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിറകിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളാണ്. പക്ഷെ അവരെ അതിനെയൊക്കെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നാണ് പറയുന്നത്. ഇപ്പൊ അധികാരത്തിലിരിക്കുന്ന മുഹമ്മദ് യൂനുസ് അതിനെ അടിച്ചമർത്താൻ തയ്യാറല്ല. അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് അത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു കലാപമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് തന്നെ ആയാലും അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദുക്കളായ ആളുകളാണ് ഇതിന്റെയൊക്കെ ഇരകൾ എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത, മുഹമ്മദ് യൂനുസിന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ പട്ടാളം തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. ഒന്നുകിൽ ഹസീന തിരിച്ചു വരും, അല്ലെങ്കിൽ പുതിയൊരു സർവകക്ഷി സർക്കാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ പട്ടാളം നേരിട്ട് ഭരണം നടത്തും. ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം പട്ടാള മേധാവി പ്രമുഖരായ പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിരുന്നു. ബംഗ്ലാദേശിലെ പട്ടാളത്തിന്റെ ചീഫ് വക്കർ ഉസ്മാൻ, അദ്ദേഹം 5 ജനറൽമാർ, അതേപോലെ തന്നെ വിവിധ സൈനിക വിഭാഗങ്ങളുടെ കമാൻഡിംഗ് ഓഫീസർമാർ, അങ്ങനെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ, അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പിലേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അവരുടെ നീക്കം എന്ന് പറയുന്നത് ഭരണം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കുറെ കാലമായിട്ട് പാകിസ്ഥാനിൽ പട്ടാള ഭരണമായിരുന്നു. അവിടെ പട്ടാളം ഭരണം നടത്തുന്നു, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ജനകീയ ഗവൺമെന്റ് വരുന്നു, വീണ്ടും പട്ടാളം അധികാരം പിടിച്ചെടുക്കുന്നു. അങ്ങനെ പട്ടാളം ഭരണകൂടത്തിൽ ഇടപെടുന്ന ഒരു സംവിധാനമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത്. 1971 വരെ ബംഗ്ലാദേശും പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. നമ്മുടെ പൂർണ്ണ പിന്തുണയോടുകൂടി, ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം തന്നെ രൂപീകരിക്കുന്നത്. പക്ഷെ അന്ന് ബംഗ്ലാദേശ് രൂപീകരണത്തെ എതിർത്തിരുന്ന, അങ്ങനെ അന്ന് പാകിസ്ഥാന്റെ കൂടെ നിന്നിരുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ഭരണം കൊണ്ടുവന്നിരിക്കുന്നത്. അവര് മുന്നിൽ മുഹമ്മദ് യൂനുസിനെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസിന്റെ സർക്കാർ പോകുമെന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പട്ടാളത്തിനെതിരായിട്ട് വലിയൊരു നീക്കമാണ് ഇപ്പൊ അവിടുത്തെ വിദ്യാർത്ഥി സംഘടന എന്നാരോപിക്കുന്ന തീവ്രവാദികൾ നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ നടത്തുന്നത്. അവർ ഇപ്പൊ പട്ടാളത്തെ കൂടി എതിർക്കുകയാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഫ്രാൻസ് കേന്ദ്രീകരിച്ചുള്ള ഒരു ബ്ലോഗർ, യൂട്യൂബർ, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ. അദ്ദേഹമാണ് ഈ കലാപത്തിന് ഒക്കെ തന്നെ പിന്തുണ നൽകിയിരുന്നത്. പിനാക്കി ഭട്ടാചാര്യ എന്ന് പറയുന്ന അദ്ദേഹം ഫ്രാൻസ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ബംഗ്ലാദേശിയാണ്, ഇന്ത്യ വിരോധിയാണ്. അദ്ദേഹം പറയുന്നത് പട്ടാളത്തിനെതിരെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ പട്ടാളത്തിനെതിരെ പോരാടാനാണ് അദ്ദേഹം ഇപ്പോൾ വിദ്യാർത്ഥികളോടൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ കലാപകാരികൾ എന്നർത്ഥം. അപ്പൊ ഇവരാണ് നിരവധി ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്, മഠങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്, ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തിയത്, സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഈ കലാപകാരികളാണ്. ഈ കലാപകാരികളോട് ഇപ്പൊ അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് പട്ടാളത്തിന് നേരെ തിരിയാനാണ്. അപ്പൊ അതിന്റെ അർത്ഥം പട്ടാളം ഇപ്പം എല്ലാ സ്ഥലത്തും ചെക്ക് പോസ്റ്റുകളൊക്കെ വെച്ചു. പട്ടാളത്തിനെതിരെ പ്രക്ഷോഭം ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷെ പട്ടാളം അടിച്ചമർത്താൻ പോവുകയാണ്. അപ്പൊ ഇപ്പം ബംഗ്ലാദേശിൽ നടക്കുന്നത് പാകിസ്ഥാന്റെ ഒക്കെ പിന്തുണയോടുകൂടിയാണ് ഈ ഒരു കലാപം നടന്നിരുന്നത്. മുഹമ്മദ് യൂനുസ് ആണ് അതിന് മുമ്പിൽ നിന്നത്. മുഹമ്മദ് യൂനുസ് നൊബേൽ സമ്മാന ജേതാവാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെന്നിനെ പോലെ ചുരുക്കം ചിലർ മാത്രമാണ് യൂനുസ് ഭരണകൂടത്തെ അനുകൂലിക്കുന്നത്. ആഗോളതലത്തിൽ യൂനുസ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശക്തമായ വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. UN-നോട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് RSSന്റെ ദേശീയ പ്രതിനിധി സഭ ആവശ്യപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന പീഡനത്തിനെതിരായിട്ട്
ആഗോളതലത്തിൽ തന്നെ ഹൈന്ദവ സംഘടനകളുടെയും മറ്റ് രാഷ്ട്രങ്ങളുടെയും UN ഇടപെടണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ പ്രതിഷേധം ഉളവാക്കുകയാണ്. ആ പ്രതിഷേധത്തിന്റെ ഒരു സ്വാധീനം ഇപ്പോൾ അതിന്റെ ഒരു സ്വാധീനം നിഴലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശക്തമായിട്ട് നടപടിയെടുത്തില്ലെങ്കിൽ പോലും അത് അക്രമങ്ങൾ തുടരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിതരായിരിക്കാം. എന്നാൽ പോലും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരമുണ്ട്. ഇപ്പോഴത്തെ യൂനിസ് സർക്കാരിനെതിരായ ജനവികാരമുണ്ട്. ആ ജനവികാരം പട്ടാളം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് പട്ടാളം ഒരു സർവകക്ഷി ഭരണത്തിന് വേണമെങ്കിൽ മുൻകൈ എടുത്തേക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഹസീനയെ തന്നെ തിരിച്ച് കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പട്ടാള ഭരണം തന്നെയായിരിക്കും. പക്ഷെ പട്ടാള ഭരണത്തിന് കൂടുതൽ കാലം നിലനിൽക്കാൻ പറ്റില്ല. ഇതാണ് ബംഗ്ലാദേശിലെ സ്ഥിതി. അപ്പൊ ബംഗ്ലാദേശിലെ നമ്മൾ ഏതൊരു ബംഗ്ലാദേശിനെയാണോ ഇന്ത്യ ആ രൂപീകരണത്തിൽ സഹായിച്ചത്, ആ ബംഗ്ലാദേശ് ഇന്ന് നമുക്കെതിരായിട്ടുള്ള ഒരു ചര്യയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ ചൈനയായിട്ട് ചർച്ച നടത്താനാണ് ഇപ്പൊ മുഹമ്മദ് യൂനുസ് പോയിരിക്കുന്നത്. അപ്പൊ ചൈനയായിട്ട് ചർച്ച നടത്തുന്നതിലും തെറ്റില്ല, വ്യാപാരങ്ങൾ നടത്തുന്നതിലും കരാറുണ്ടാക്കുന്നതിലും തെറ്റില്ല. പക്ഷെ ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇന്ത്യക്കെതിരെ വെല്ലുവിളി ഉയർത്തുകയാണ് ബംഗ്ലാദേശ്, നമ്മുടെ ഏറ്റവും അടുത്ത രാജ്യമായ ബംഗ്ലാദേശ് ചെയ്യുന്നത്. പക്ഷെ അത് ആഗോളതലത്തിൽ അതിനൊരു സ്വീകാര്യത, ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തിന് അങ്ങനെ ഒരു സ്വീകാര്യത ലഭിച്ചിട്ടില്ല. ആ ഒരു പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ബംഗാളിലെ യൂനിസ് സർക്കാരിനെതിരായിട്ട്, ബംഗ്ലാദേശിൽ യൂനിസ് സർക്കാരിനെതിരായിട്ട് നടക്കുന്നത്. അതൊരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അനുകൂലമായ നിലപാടാണ്. പക്ഷെ പട്ടാളം സ്ഥായിയായിട്ട്, നമ്മുടെ ഒരു അയൽ രാജ്യത്ത് പട്ടാളം സ്ഥായിയായിട്ട് ഭരണത്തിൽ വരുന്നത് അത് ജനാധിപത്യ സംവിധാനത്തിന് നിരക്കുന്നതല്ല. അവിടെ ഒരു ജനാധിപത്യ, ഒരു ജനകീയ ജനാധിപത്യ സർക്കാരാണ് ബംഗ്ലാദേശിൽ വേണ്ടത്. ഏതൊരു ബംഗ്ലാദേശിന് വേണ്ടിയാണോ നമ്മുടെ പട്ടാളക്കാർ ജീവൻ ബലിയർപ്പിച്ചത്, അല്ലെങ്കിൽ ഏതൊരു ബംഗ്ലാദേശിന് വേണ്ടിയാണോ ഇന്ത്യ സർക്കാർ മുന്നിട്ടിറങ്ങിയത്, അതേ ബംഗ്ലാദേശ് ഇന്ന് കലാപകാരികളുടെ കൈകളിലാണ്, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ കൈകളിലാണ്, മതമൗലികവാദികളുടെ കൈകളിലാണ്. ഏതൊരു ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിനെയാണോ തീവ്രവാദികൾ എതിർത്തിരുന്നത്, അതേ തീവ്രവാദികളുടെ കയ്യിലാണ് ബംഗ്ലാദേശ് ഉള്ളത്. അവിടെ നിന്ന് കുറച്ചുകൂടി നമുക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് സർക്കാരിന് പുറത്തു പോകേണ്ടി വരുന്നു എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമാണെങ്കിൽ പോലും അത് വളരെ ശുഭ സൂചകമാണ്.